പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 15 ബുധൻ. പ്രധാന വാർത്തകൾ. ഒമാനിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ സേവന കാര്യങ്ങളിലും മറ്റു ക്രമീകരണങ്ങളിലും സൗദി അറേബ്യയുമായി കരാറിലെത്തി. ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയവും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയവുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിച്ച ഹജ്ജ് കോൺഫറൻസിന്റെയും എക്സിബിഷന്റെയും ഭാഗമായാണ് കരാർ ഒപ്പുവെച്ചത്. ഒമാനെ പ്രതിനിധീകരിച്ച് ഔഖാഫ് മതകാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയീദ് അൽ മഅ്മരിയും സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബീഹയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായാണ് കരാർ. ഒമാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർ ഹിജ്റ 1446 ശഅബാൻ 14 മുമ്പ് നുസ്ക് പ്ലാറ്റ്ഫോമിൽ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് കരാറിൽ പറയുന്നു. എല്ലാ തീർത്ഥാടകരും വരുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴി ആയിരിക്കണം. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും. കരമാർഗമുള്ള വരവും പോക്കും റുബുഉൽ ഖാലി, ബത്ത അതിർത്തികൾ വഴിയായിരിക്കും കരാറിൽ വ്യക്തമാക്കി. ഇതേസമയം ഒമാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്ക് മന്ത്രാലയത്തിൽ നിന്നുള്ള സന്ദേശം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പിലൂടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. സന്ദേശം ലഭിക്കുന്നവർ 5 ദിവസത്തിനുള്ളിൽ മന്ത്രാലയം നിർദ്ദേശങ്ങൾ പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഉള്ള ഹജ്ജ് കമ്പനികളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി കരാർ തുകയുടെ 50% ഈ കാലയളവിൽ കൈമാറണമെന്നും ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 39,519 പേരാണ് ഇത്തവണ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തത്. 14,000 ആണ് ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് ക്വാട്ട. 13,098 ഒമാനികൾക്കും 470 പ്രവാസികൾക്കും അവസരം ലഭിക്കും. ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും. അറബ് പൗരന്മാരായ 235 പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 235 പേർക്കുമായിരിക്കും പ്രവാസി ക്വാട്ടയിൽ നിന്നുള്ള അവസരം. അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും 80008008 വിളിക്കാവുന്നതാണ്. ദുഃഖം വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിച്ചിട്ട് 6 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 2019 ജനുവരി 14 ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ കാർമ്മികത്വത്തിലാണ് വിമാനത്താവളം ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന ആഭ്യന്തര വിമാനത്താവളമാണ് ദുഃഖം. ഒമാൻ എയറും സലാം എയറും നിലവിൽ ദുഃഖമിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ദുഃഖം സിറ്റിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം ഉള്ളത്. കഴിഞ്ഞ വർഷം ആദ്യ 11 മാസത്തിനിടെ 55,545 യാത്രക്കാരാണ് വിമാനത്താവളം ഉപയോഗപ്പെടുത്തിയത്. 570 വിമാനങ്ങൾ സർവീസ് നടത്തുകയും ചെയ്തു. 2014 നവോത്ഥാന ദിനത്തിലാണ് ദുഃഖം വിമാനത്താവളം പ്രഖ്യാപനം നടന്നത്. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം പുതിയ വിമാനത്താവളം നിർമ്മാണം ആരംഭിക്കുകയും 2019 പൂർത്തിയാക്കുകയുമായിരുന്നു. പ്രവർത്തനം തുടങ്ങിയത് മുതൽ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ദുഃഖം വിമാനത്താവളത്തിൽ എത്തിയത്. 4 കിലോമീറ്റർ നീളവും 75 മീറ്റർ നീളവുമുള്ള റൺവേ വലിയ വിമാനങ്ങൾക്കും അനുയോജ്യമാണ്. പാസഞ്ചർ ടെർമിനലിന് പ്രതിവർഷം 5 ലക്ഷം യാത്രികരെ സ്വീകരിക്കുന്നതിന് ശേഷിയുണ്ട്. 5,600 സ്ക്വയർ മീറ്ററാണ് ടെർമിനലിന്റെ വിസ്തൃതി. 2 ബോർഡിംഗ് ബ്രിഡ്ജുകളും 5 ചെക്ക് ഇൻ ചെക്ക് ഔട്ട് കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. 37 മീറ്റർ ഉയരത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തോടെയുള്ള കെട്ടിടമാണ് ദുഃഖം വിമാനത്താവളത്തിന്റെ മുഖം. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് ഒമാനി റിയാൽ. ഫോബ്സ്, ഇൻവെസ്റ്റോപീഡിയ തുടങ്ങിയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു റിയാലിന് $2.59 US നിലവിലെ മൂല്യം.
കഴിഞ്ഞ വർഷം 2.49ഉം 2.60 ഇടയിലായിരുന്നു. കുവൈത്ത് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. $3.23 നിലവിൽ ഒരു കുവൈത്ത് ദിനാറിന്റെ മൂല്യം. കഴിഞ്ഞ വർഷം ഇത് 3.12 3.30 ഇടയിലായിരുന്നു. പട്ടികയിൽ രണ്ടാമത് ബഹ്റൈൻ ദിനാറാണ്. മൂന്നാമത് ഒമാനി റിയാലും ഇടം പിടിച്ചു. ജോർദാനിയൻ ദിനാർ, ഗിബ്രാൾട്ടർ പൗണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. പ്രധാനമായും എണ്ണയെ ആശ്രയിക്കുന്നതാണ് ഒമാന്റെയും കുവൈത്തിന്റെയും ബഹ്റൈന്റെയും സമ്പദ് വ്യവസ്ഥ. എന്നാൽ എണ്ണയിതര വരുമാനങ്ങളിലേക്ക് ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ. ഇത് ഒമാനി റിയാലിന്റെ മൂല്യമുയർത്താനും സഹായകമാകും. വിനോദസഞ്ചാരം, കയറ്റുമതി, നിർമ്മാണം, മത്സ്യബന്ധനം, ഫ്രീ സോണുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ തുടങ്ങിയ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സർക്കാർ ലക്ഷ്യമിടുന്ന പ്രധാന മേഖലകളാണ്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഡോളറിന് 86.60 എന്ന റെക്കോർഡ് നിലയിലെത്തി. ഒരു റിയാലിന് ഇന്നലെ 224.05 ആയിരുന്നു വിനിമയ നിരക്ക്. അന്താരാഷ്ട്ര വിനിമയ നിരക്ക് പോർട്ടലായ എക്സ്ഇ എക്സ്ചേഞ്ച് ഒമാനി റിയാലിന് 225 രൂപയ്ക്ക് മുകളിലാണ് കാണിക്കുന്നത്. ശമ്പളം കിട്ടിയതിന് പിന്നാലെ ഭൂരിഭാഗം പ്രവാസികളും നാട്ടിലേക്ക് പണം അയച്ചതിനാൽ ധനകാര്യ വിനിമയ സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവും എണ്ണവിലയിലെ കുതിച്ചുചാട്ടത്തെ തുടർന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ നിലപാടിനെയും തുടർന്നാണ് രൂപയുടെ മൂല്യം കുറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇടിവുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സാങ്കേതിക സാമ്പത്തിക സഹകരണ ദിനം ആഘോഷിച്ചു. 100-ലധികം ITEC പൂർവ്വ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും ഒത്തുചേർന്നു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ അൽ റവാസ് മുഖ്യാതിഥിയായിരുന്നു. ITEC പ്രോഗ്രാമിന്റെ പ്രവർത്തനാത്മക പങ്കിനെ സംബന്ധിച്ച് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് എടുത്തു പറഞ്ഞു. ഒമാനി പങ്കാളികളുടെ അനുഭവങ്ങളിൽ നിന്ന് ഇന്ത്യ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നേടുന്നതിലൂടെ ദ്വിമുഖ പഠനം പ്രോത്സാഹിപ്പിക്കുമെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മസ്കത്ത്, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മോഷണ കേസുകളിൽ പ്രതികളായ 3 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഏഷ്യൻ രാജ്യക്കാരായ 3 പേർ പിടിയിലായത്. പ്രതികൾക്കെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ അറ്റകുറ്റപ്പണിക്കിടെ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തകരെത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം നീക്കം ചെയ്ത് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റയാൾക്ക് സംഭവസ്ഥലത്ത് തന്നെ അടിയന്തര വൈദ്യസഹായം നൽകുകയും ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായെത്തിയ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. റോയൽ വിമാനത്താവളത്തിൽ രാജാവിനെയും പ്രതിനിധി സംഘത്തെയും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേരിട്ടെത്തിയാണ് വരവേറ്റത്. ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം അൽ ആലം കൊട്ടാരത്തിൽ സുൽത്താനും രാജാവും ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി. രാജാവിനും പ്രതിനിധി സംഘത്തിനും ആശംസകൾ അറിയിച്ച സുൽത്താൻ സന്തോഷകരമായ താമസം നേരുകയും ചെയ്തു. ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ഹമദ് രാജാവ് സുൽത്താന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സഹോദര്യ ബന്ധങ്ങളും ഒരു ജനതയുടെയും താൽപര്യങ്ങളും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുമായി വിവിധ മേഖലകളിൽ അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും അവലോകനം ചെയ്തു. മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തി. ദാഖ്ലിയ ഗവർണറേറ്റിൽ വീടുകളിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 ഇടങ്ങളിലാണ് മോഷണം റിപ്പോർട്ട് ചെയ്തത്. ദാഖ്ലിയ, ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ ആൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.